നമസ്തേ ആപ് സभी को हमारे ചാനൽ पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഹിന്ദി വ്യാകരണത്തിലെ സന്ധി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. दो वर्णों के मेल से उत्पन्न विकार या परिवर्तन को संधि कहते हैं तथा इनसे बनने वाला शब्द संधिपद कहलाता है. രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സന്ധി എന്ന് പറയുന്നത്. അതുപോലെ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വാക്കിനെ നമ്മൾ സന്ധിപദെന്നും പറയുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സന്ധിയുടെ തരങ്ങളാണ്. ഹിന്ദിയിൽ സന്ധി എത്ര തരത്തിലുണ്ട്? ഹിന്ദി में സന്ധി 3 प्रकार के हैं. സ്വർ സന്ധി, വ്യഞ്ജൻ സന്ധി, വിസർഗ സന്ധി. ഏതൊക്കെയാണ്? സ്വരസന്ധി, വ്യഞ്ജൻ സന്ധി, വിസർഗ സന്ധി. ഇനി ഇവ മൂന്നും എന്താണ് നമുക്കൊന്ന് നോക്കാം. സ്വരസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരം കാ സ്വരം കെ സാത്ത് മേൽ होने पर उनमें जो ध्वनि संबंधी परिवर्तन होता है उसे स्वर संधि कहते हैं. അല്ലേ? സ്വരത്തോട് സ്വരം ചേരുമ്പോൾ അവിടെ എന്താണ് മാറുന്നത്? ധ്വനിയിലാണ് അവിടെ മാറ്റം വരുന്നത്. ആ മാറ്റത്തെയാണ് നമ്മൾ സ്വരസന്ധി എന്ന് പറയുന്നത്. സ്വരത്തോട് സ്വരം ചേരുമ്പോൾ ധ്വനിയിലാണ് നമ്മൾ മാറ്റം വരുന്നത്. അങ്ങനെയുള്ള മാറ്റത്തെയാണ് നമ്മൾ സ്വരസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ സ്വരസന്ധിയുടെ ഭേദങ്ങൾ 5 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ദീർഘസന്ധി, ഗുണസന്ധി, വൃദ്ധിസന്ധി, യനസന്ധി, അയാദിസന്ധി. അപ്പോൾ ഷോർട്ടായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ പഠിക്കുക സ്വരസന്ധിയുടെ ഭേദങ്ങൾ? ദീർഘഗുൺ വൃദ്ധി, യണ അയാദി എന്ന് പഠിക്കുക. ദീർഘഗുൺ വൃദ്ധി, യണ അയാദി എന്ന് ഓർത്തെടുക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ടായിട്ട് പഠിക്കാം. ദീർഘഗുൺ വൃദ്ധി, യണ അയാദി.